നമസ്കാരം. ഇന്ന് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആർത്തവ വിരാമത്തിന് ശേഷമുള്ള അസ്ഥികളുടെ ആരോഗ്യം. ആദ്യം കേൾക്കുമ്പോൾ അത്ര ആവശ്യമില്ലെങ്കിലും ഇത് ദീർഘകാല ആരോഗ്യത്തിനായി അത്യന്തം പ്രധാനമാണ്. കാരണം മെനോപോസിന് ശേഷം സംഭവിക്കാവുന്ന ഗുരുതരമായ അസ്ഥിപൊട്ടൽ അഥവാ ഫ്രാക്ചർ മരണസാധ്യത വളരെ വർദ്ധിപ്പിക്കും. നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം അസ്ഥികളുടെ ആരോഗ്യം എന്തുകൊണ്ട് പ്രധാനമെന്ന് നോക്കാം, പ്രത്യേകിച്ച് പ്രായം കൂടുമ്പോൾ. അസ്ഥികളുടെ ആരോഗ്യം ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്ന പുതിയ അസ്ഥി രൂപപ്പെടുത്തുന്ന കോശങ്ങളുടെയും ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് വിളിക്കുന്ന പഴയ അസ്ഥി നശിപ്പിക്കുന്ന കോശങ്ങളുടെയും പ്രവർത്തനത്തിലാണ് ആശ്രയിക്കുന്നത്. ഇവ തമ്മിലുള്ള സമതുലിതാവസ്ഥയാണ് ആരോഗ്യകരമായ അസ്ഥിക്ക് അടിസ്ഥാനം. എന്നാൽ ഈ തുലനം നഷ്ടപ്പെടുകയും അസ്ഥിനാശം കൂടുകയും ചെയ്താൽ അസ്ഥിക്ഷയം അഥവാ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാം. അസ്ഥിനാശം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. വയസ്സ് കൂടുംതോറും ശക്തിയുള്ള അസ്ഥികൾ പതിയെ പതിയെ മൃദുവാകുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. യൗവനത്തിലുള്ള ജീവിതശൈലി ആർത്തവ വിരാമത്തിലും അതിനുശേഷവുമുള്ള അസ്ഥിയുടെ കരുത്തിനെ തീരുമാനിക്കും. അസ്ഥിയുടെ സാന്ദ്രതയെ പല കാരണങ്ങൾ സ്വാധീനിക്കുന്നു. ഏകദേശം 62% ജനിതക കാരണങ്ങളാലും 38% ജീവിതശൈലിയിലെയും പരിസ്ഥിതി ഘടകങ്ങളാലുമാണ് സംഭവിക്കുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അസ്ഥിക്ഷയത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ആരോഗ്യ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പുകവലി, അമിത മദ്യപാനം, സ്ഥിരമായ മാനസിക സമ്മർദ്ദം, കാൽഷ്യം കുറഞ്ഞ ഭക്ഷണരീതി, വൈറ്റമിൻ ഡിയുടെ കുറവ്, നേരത്തെയുള്ള ആർത്തവ വിരാമം, ശരീര ചലനക്കുറവ്, പേശി ശക്തി നഷ്ടപ്പെടുന്നത്, ദീർഘായുസ്, കുടുംബപരമായ ജീനുകൾ. ചില രോഗങ്ങൾ, ഉദാഹരണത്തിന് പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, സീലിയാക് ഡിസീസ് പോലുള്ള ആമാശയ രോഗങ്ങൾ, കൂടാതെ ചില മരുന്നുകൾ, ഇവയെല്ലാം അസ്ഥി മൃദുലമാക്കുന്നതായി കാണപ്പെടുന്നു. ആരോഗ്യകരമായ അസ്ഥി നിലനിർത്താനുള്ള മികച്ച മാർഗങ്ങളിലൊന്നാണ് കാൽഷ്യം, വൈറ്റമിൻ ഡി എന്നിവ ലഭ്യമാക്കുന്നത്. കാൽഷ്യം അസ്ഥികൾക്ക് കരുത്തു നൽകാനും നിലനിർത്താനും സഹായിക്കുന്നു. വൈറ്റമിൻ ഡി ശരീരത്തിന് കാൽഷ്യം ശരിയായി ആഗിരണം ചെയ്യാനും അസ്ഥികളിൽ സ്ഥിരപ്പെടുത്താനും സഹായിക്കുന്നു. പാൽ, പനീർ, തൈര് പോലുള്ള ഉൽപ്പന്നങ്ങൾ, സ്പിനാച്ച് എന്നിവ കാൽഷ്യം കൂട്ടുന്നതിന് സഹായകരമാണ്. എന്താണ് വൈറ്റമിൻ ഡി കൂടുവാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ? കൊഴുപ്പുള്ള മീൻ, മുട്ടയുടെ മഞ്ഞ, ഫോർട്ടിഫൈഡ് ധാന്യങ്ങൾ. കൂടാതെ സൂര്യപ്രകാശത്തിൽ ശരീരം തന്നെ വൈറ്റമിൻ ഡി നിർമ്മിക്കും. ഭക്ഷണക്കുറവ് മൂലമോ സൂര്യപ്രകാശം ലഭിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡി അഥവാ കാൽഷ്യത്തിന്റെ കുറവ് നികത്തുവാൻ സപ്ലിമെന്റ്സ് കഴിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കാം. അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്താൻ മറ്റൊരു പ്രധാന ഘടകം സജീവമായിരിക്കുക എന്നതാണ്. നൃത്തം, നടത്തം, സൂംബ, വ്യായാമങ്ങൾ ഇവ അസ്ഥികളെ കരുത്തുറ്റതാക്കുവാനും ശരീര ബാലൻസ് മെച്ചപ്പെടുത്തുവാനും സഹായിക്കും. ഇതിലൂടെ വീഴ്ചകളും തുടർന്നുള്ള ഫ്രാക്ചറുകളും കുറയ്ക്കാം. ഇപ്പോൾ അസ്ഥികളെ ദോഷകരമായി ബാധിക്കുന്ന ചില ശീലങ്ങളെക്കുറിച്ച് നോക്കാം. പുകവലി, അമിത മദ്യപാനം ഇവ രണ്ടും അസ്ഥികളെ ക്രമേണ ദുർബലമാക്കും. അതിനാൽ സാധ്യമാവുന്നത്ര ഒഴിവാക്കുക. കൂടാതെ തുടർച്ചയായ മാനസിക സമ്മർദ്ദം അസ്ഥികളെ മൃദുവാക്കാൻ കാരണമാകുന്നു. ഓസ്റ്റിയോപോറോസിസ്, ഫ്രാക്ചർ സാധ്യതകളുള്ളവർ അസ്ഥി ആരോഗ്യം നിരന്തരം നിരീക്ഷിക്കുന്നത് അത്യാവശ്യമാണ്. ബോൺ ഡെൻസിറ്റി ടെസ്റ്റുകൾ, ഉദാഹരണം ഡെക്സാ സ്കാൻ, എല്ലുകളുടെ കരുത്ത് വിലയിരുത്താനും ചികിത്സാ ഫലങ്ങൾ നിരീക്ഷിക്കാനും സഹായിക്കും. നിങ്ങളുടെ വ്യക്തിഗത അപകട സാധ്യത അനുസരിച്ച് ഡോക്ടർ എത്രത്തോളം ഇടവേളകളിൽ ഈ പരിശോധന ആവശ്യമെന്ന് തീരുമാനിക്കും. അസ്ഥികളെ കൂടുതൽ ശക്തമാക്കാനും ഫ്രാക്ചർ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്ന മരുന്നുകൾ പലതുണ്ട്. സാംസ്, ഉദാഹരണത്തിന് റലോക്സിഫൻ പോലുള്ള മരുന്നുകൾ പ്രധാനമായും നട്ടെല്ലിനെ സംരക്ഷിക്കുന്നു. ബിസ്ഫോസ്ഫോണേറ്റ്സ് വിഭാഗത്തിൽ വരുന്ന ആലിൻഡ്രോണേറ്റ്, സോളിൻഡ്രോണിക് ആസിഡ് എന്നീ മരുന്നുകൾ നട്ടെല്ല്, ഇടുപ്പെല്ല്, മറ്റ് അസ്ഥികളെയും സംരക്ഷിക്കുന്നു. പാരാതൈറോയ്ഡ് ഹോർമോൺ അനലോഗുകൾ, റൊമോസോസുമാബ് തുടങ്ങിയുള്ള മരുന്നുകൾ പുതിയ അസ്ഥി രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്നു. ഫ്രാക്ചർ അപകട സാധ്യത കൂടുതലുള്ള ആളുകളിൽ കുറച്ചു കാലത്തേക്ക് ഇവ ഉപയോഗിക്കുന്നു. ഡെനോസുമാബ് 6 മാസം കൂടുമ്പോൾ കുത്തിവെക്കുന്ന ഇഞ്ചക്ഷനാണ്. ഇത് നല്ല ഫലമാണ് തരുന്നത്, പക്ഷേ തുടർച്ചയായി ഉപയോഗിക്കേണ്ടതുണ്ട്. മെനോപോസ് സമയത്ത് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി അസ്ഥികളുടെ ആരോഗ്യത്തിന് സഹായകമാകാം. എന്നാൽ എല്ലാവർക്കും അത് അനുയോജ്യമല്ല. വൈറ്റമിൻ ഡി മരുന്നുകൾ എല്ലിനും പേശികൾക്കും സഹായകരമാണ്. പക്ഷേ കാൽഷ്യം നില സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുവാൻ സ്ഥിരമായ പരിശോധനകൾ ആവശ്യമുണ്ട്. ആർത്തവ വിരാമത്തിന് ശേഷം അസ്ഥികളുടെ ആരോഗ്യത്തെ പരിപാലിക്കുന്നത് ജീവിത ഗുണനിലവാരത്തിന് അത്യന്തം ആവശ്യമാണ്. മതിയായ കാൽസ്യം, വൈറ്റമിൻ ഡി ലഭ്യമാക്കുക, സജീവമായിരിക്കുക, ദോഷകരമായ ശീലങ്ങൾ ഒഴിവാക്കുക. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ചികിത്സകളോ ഉണ്ടെങ്കിൽ അവ അസ്ഥികളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കാം. നിങ്ങൾക്ക് അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ ഡോക്ടർ സ്ഥിരമായ പരിശോധനയിലൂടെ നിങ്ങളുടെ ബോൺ ഡെൻസിറ്റി നിരീക്ഷിക്കും. അസ്ഥി ആരോഗ്യം സംബന്ധിച്ച് സംശയങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ മടിക്കാതെ നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരോട് ചോദിക്കുക. അങ്ങനെ ആരോഗ്യമുള്ള കരുത്തുറ്റ അസ്ഥികൾക്കായി ആശംസിക്കുന്നു. നന്ദി.